42ാമത് ഭാഗവത മഹാസത്രത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികളോടെല്ലാം ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. കഴിഞ്ഞ 42 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു, അഥവാ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കുന്നവർ തന്നെയാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ ദീർഘമായ ഒരു പ്രസംഗവും നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് പറ്റിയ സമയവും സന്ദർഭവുമല്ല ഇത്. 2 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തീവണ്ടിയാണ്. ഇനി ഞാനായിട്ട് ചങ്ങല പിടിച്ചു വലിച്ച് അത് വീണ്ടും താമസിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് എനിക്കറിയാം. മാത്രമല്ല, ഈ സന്ദർഭത്തിൽ പ്രസംഗിക്കാതിരിക്കുന്ന ഒരാളോടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ള കാര്യവും എനിക്കറിയാം. കാരണം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇനി ഇയാൾ വന്ന് ഇയാൾക്ക് പറയാനുള്ള ഒടുക്കത്തെ ഇതും കൂടി കേട്ടിട്ടല്ലേ ഇവിടുന്ന് പോകാൻ പറ്റൂ എന്ന വിഷമത്തിലിരിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നില്ല. ഇവിടെ എല്ലാവരും വിശദമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇനി ഒന്നും തന്നെ പറയാനില്ല. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും മാറും. ഇനിയിപ്പോൾ അത് കൂടുതലായിട്ട് ഞാൻ യാതൊന്നും പറയുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം, ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയ ഒരുത്തനാണ് ഈ പരീക്ഷിത്ത്. ഇന്ദ്രപൻ പാണ്ഡവന്മാരുടെ പൗത്രനാം ഭാരതേ സാങ്കരേ മാതൃഗർഭസ്ഥിതൻ വന്ന ബ്രഹ്മാസ്ത്ര തേജസ്സു തട്ടാത ശ്രീകൃഷ്ണനാൽ പാലിതൻ എന്ന് എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ബ്രഹ്മാസ്ത്രമേറ്റ് മരിക്കാൻ നിയുക്തനായിട്ടുള്ള ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴും അയാളെ മരണഭയം വിട്ടുപോയില്ല. ആ മരണഭയത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയാണ് ഭാഗവതം എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കും തീർച്ചയായിട്ടും മരണഭയത്തിൽ നിന്ന് രക്ഷ നേടാൻ ഭാഗവതം സഹായിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുമാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.